കേരളത്തിൽ ഇതാ ഒരു അത്ഭുതം സംഭവിച്ചിരിക്കുകയാണ്. കേരളം ഉണ്ടായിട്ട് ലക്ഷോപലക്ഷം വർഷങ്ങളായിട്ടുണ്ടല്ലോ. ഭൂമി ഉണ്ടായപ്പോൾ കേരളം ഉണ്ടായതാണല്ലോ. അതുണ്ടായത് മുതൽ ഇതുവരെ കേരളത്തിൽ സംഭവിക്കാത്തൊരു മഹാസംഭവം ഉണ്ടായിരിക്കുകയാണ്. എന്താണ്? ഒരാൾക്ക് പനി വന്നു. മോഹൻലാലിന് പനി വന്നു. അത്ഭുതം, മഹാത്ഭുതം, ലോകാത്ഭുതം. കേരളത്തിൽ ഇതുവരെ ആർക്കും പനി വന്നിട്ടില്ലല്ലോ. മോഹൻലാലിന് കടുത്ത പനി. വിശ്രമം നിർദ്ദേശിച്ചിരിക്കുകയാണ് ഇപ്പോൾ. മലയാളത്തിൻ്റെ പ്രിയങ്കരനായിട്ടുള്ള നടൻ എന്ന് പറയണോ എന്നാ പറഞ്ഞ് നിങ്ങളത് ഇവിടെ ആഡ് ചെയ്തോളൂ കേട്ടോ. അതിൻ്റെ ഇടയിൽ പ്രിയങ്കരനായിട്ടുള്ള നടനൊക്കെ ആയിരുന്നു. പലതുകൊണ്ടും വ്യക്തിപരമായിട്ടും നടന് വൈഭവത്തിൻ്റെ പേരിൽ ആ പ്രിയങ്കരത്തൊക്കെ പോയി. ഒടിയൻ മാണിക്കനും മോഹൻലാൽ മരക്കാരും പിന്നെ ഇത്തിക്കര പക്കിയോ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ വന്നല്ലോ. കായംകുളം കൊച്ചുണ്ണി അതൊക്കെ വന്നോട് കൂടിയിട്ട് ഇയാളുടെ പടം ഇപ്പം കാണാൻ പോണെങ്കിൽ 100 ആളുടെ അഭിപ്രായം ചോദിക്കേണ്ടി വരും. അതിൽ വെറുതെ പൈസ കളയേണ്ട. ഒരേ പേരുകൾ ബോറസ് എന്തോ ഒരു പുതിയ സിനിമ വരുന്നുണ്ട്. ഒരെണ്ണത്തിൽ താടി വെച്ച്, ഒരെണ്ണത്തിൽ മുട്ടത്തല അടിച്ച്, ഒരെണ്ണത്തിൽ കൂളിംഗ് ഗ്ലാസ് വെച്ച് അതിൽ ഫോട്ടോഷൂട്ട് നടത്തും. വേറെ ഒന്നുമില്ല. ബാക്കിയൊക്കെ ജീവിത നോക്കുക സിനിമയുടെ കാര്യങ്ങൾ തന്നെ. പ്രേമവും ആട്ടവും പാട്ടും ഇതൊക്കെ തന്നെ. ഇപ്പം കടുംപെട്ട് വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ആളുകൾക്ക് വെറുപ്പ്. പനിയുണ്ട്, ശ്വസന തടസ്സമുണ്ട്. ഏതായാലും അമൃത ഹോസ്പിറ്റൽ അഭയം പ്രാപിച്ചിരിക്കുകയാണ്. ആരോഗ്യം വീണ്ടെടുക്കാൻ വേണ്ടി ഡോക്ടർമാരുടെ സംഘം. എല്ലാ ഡോക്ടർമാരും വിവിധ മരുന്നുകൾ കൊടുക്കുകയാണോ അറിയില്ല. ഡോക്ടർ ഗിരീഷ് കുമാറാണ് താരത്തെ ചികിത്സിച്ചിട്ടുള്ളത്. അവിടെ ഡോക്ടറുടെ ബുള്ളറ്റിൻ പുറത്തേക്ക് വന്നിട്ടുണ്ട്. ഡോക്ടറുടെ ആശുപത്രിയുടെ ബുള്ളറ്റല്ലേ അല്ല ബുള്ളറ്റിൻ ഞാൻ ബുള്ളറ്റ് എന്നാണ് വിചാരിച്ചത്. ബുള്ളറ്റിൻ പുറത്തു വന്നു. എന്താ ഈ ബുള്ളറ്റിൻ പുറത്തു വന്നിട്ടുണ്ട്? പനിക്ക് പുറമെ മസിൽ വേദനയുണ്ട്. മെഡിക്കൽ സർട്ടിഫിക്കറ്റ് അപ്ലിക്ക് എത്തിയിട്ടുണ്ട്. താരം വീട്ടിൽ വിശ്രമത്തിലാണ്. ഇതൊക്കെ ആരെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്? വീട്ടിൽ വിശ്രമത്തിലാണ്. ഇനിയിപ്പോൾ പുതിയ സിനിമ വരാൻ ഇപ്പോൾ എന്താ ഷൂട്ടിംഗ് ഒക്കെ ഉണ്ട്. ശോഭനയ്ക്ക് ആയിട്ട് പണ്ട് മണിച്ചിത്രത്താഴിൽ അഭിനയിച്ചില്ലേ 10-40 വർഷങ്ങൾക്ക് മുൻപ്. ഇപ്പോൾ വയസ്സായിട്ടുള്ള സ്ത്രീ. അപ്പോൾ അവരൊക്കെയായിട്ടാണ് ഇപ്പോൾ വരുന്നത്. അതാണ് കടുംവെട്ട് എന്ന് പറഞ്ഞത്. വീട്ടിലിരിക്കേണ്ട സമയമായി. ഇതിൽ ഏറ്റവും വലിയ രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനെക്കുറിച്ചൊരു വാർത്ത അയച്ചു. എന്നിട്ട് എന്നോട് പറഞ്ഞു അതിൻ്റെ കമൻറ്റ് ബോക്സ് ഒന്ന് നോക്കൂ സ്വാമി എന്നാണ് പറഞ്ഞത്. ഞാൻ അതിൻ്റെ കമൻറ്റ് ബോക്സിൽ നോക്കിയ സമയത്ത് ഒരാൾ പോലും, 1-2 ആള്, ബാക്കി എല്ലാവരും ഒരു മനുഷ്യജീവിയല്ലേ ഇയാൾ, എന്തായാലും ആ ഒരു പരിഗണന പോലും കൊടുക്കാതെയാണ് പറഞ്ഞിട്ടുള്ളത്. വാർദ്ധക്യ സംബന്ധമായിട്ടുള്ള അസുഖം സ്വാഭാവികമാണ്. വാർദ്ധക്യ സംബന്ധമായിട്ടുള്ള അസുഖം 66 വയസ്സോ മറ്റോ ആയിട്ടുണ്ട്. അപ്പോൾ വാർദ്ധക്യ സംബന്ധമായിട്ടുള്ള അസുഖം അതൊരു പോസിറ്റീവായിട്ടുള്ളൊരു ചിന്തയല്ലല്ലോ. അടുത്തൊരാൾ ചോദിച്ചിരിക്കുക, എന്താ ഇവിടെ നാട്ടിൽ വേറെ ആർക്കും പനിയില്ലേ? അത് സ്പെഷ്യൽ പനിയാണോ? ചെകുത്താൻ്റെ ശാപമാണ്. അത് പലരും എഴുതിയിട്ടുണ്ട്. അജി ചെകുത്താൻ്റെ ശാപമാണ്, ചെകുത്താൻ്റെ ശാപമാണ്. അവിടക്കെട വെള്ളം, അത് തൃശ്ശൂർ ഭാഷ. അവിടക്കെട.
എനിക്കും പനിയുണ്ട്, ന്യൂസ് കൊടുക്ക്, അത് വേറൊരാളുടെ വക. പിന്നെ ഒന്ന് പോയേ, അത് ഏത് ഭാഷ അറിയില്ല, ഒന്ന് പോയേ. പിന്നെ ഇതൊക്കെ ഓരോ ജില്ലകളിലെ ആൾക്കാരാണ് കേട്ടോ. എന്തോ ആടേ മോഹൻലാലിനൊരു പനി എന്ന് കരുതി ഇങ്ങനെ ഒരു പബ്ലിക്കിറ്റിയോ, കഷ്ടം. ഇത് വേറെ ന്യൂസൊന്നും കിട്ടിയില്ലടേ. തിരുവനന്തപുരം ഭാഷയാണോ അത്? ഓരോരോ ദിവസം ഓരോ ന്യൂസ് ഒപ്പിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്നതേ എന്നൊക്കെ പറഞ്ഞിട്ട്. ഇയാളുടെ വീട്ടിൽ കൊമ്പുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അത് കുറച്ചുകൂടി രസകരമായിട്ടുള്ളൊരു കമൻ്റാണ്. ഇയാളുടെ വീട്ടിൽ കൊമ്പുകളുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. ഇയാൾക്ക് കൊമ്പുണ്ടോ എന്നാണ് ഇപ്പോൾ ചോദ്യം. ഇതില് വരാൻ പോകുന്ന സിനിമയുടെ മാർക്കറ്റിങ്ങിന് വേണ്ടി, പ്രൊമോഷന് വേണ്ടിയിട്ടുള്ള ഒരു ഒരു പരിപാടിയാണിതെന്നാണ് പലരും പറഞ്ഞിട്ടുള്ളത്. സിനിമകളൊന്നും വിജയിക്കുന്നില്ല. പണ്ടൊക്കെ സിനിമ വന്ന് കഴിഞ്ഞതിന് ശേഷമാണ് സിനിക്ക്, കോഴിക്കോടൻ, TP ശാസ്തമംഗലം അവരൊക്കെയാണെന്ന് തോന്നുന്നുണ്ട്, അവരൊക്കെ അതിനെക്കുറിച്ച് റിവ്യൂ എഴുതുക, ഇതെങ്ങനെ ഒരു സിനിമ വന്നു എന്ന് പറഞ്ഞിട്ട്. ഇപ്പോൾ സിനിമ വന്നു കഴിഞ്ഞാൽ റിവ്യൂ എഴുതി കഴിഞ്ഞാൽ അകത്ത് പോവും, ഒന്നും മിണ്ടാൻ പാടില്ല. ഇപ്പം ആ അലക്സിന് ചെറുത്താൻ സംഭവിച്ചതാണല്ലോ. ഇപ്പം സിനിമ വരുന്നതിന് മുമ്പാണ് ദേ വരുന്നു കുമ്മാട്ടി എന്നുള്ള രീതിയിൽ എന്തോ സുനാമി വരണ പോലെയാണ് ദേ മോഹൻലാലിൻ്റെ സിനിമ വരണം. കുറച്ചു കാലയ്ക്ക് ആൾക്കാരൊക്കെ അത് വിചാരിച്ചു എന്തോ ഭയങ്കരമാണ്, എന്തൊക്കെയോ ഭയങ്കരമാണെന്ന്. ആറാട്ടോടുകൂടി അതിൻ്റെ പണി ചെയ്ത ആറാട്ട് കുളിച്ചു. ആറാട്ടോടുകൂടി പണി കഴിഞ്ഞു. ആറാട്ട് പറഞ്ഞാൽ അതിന് മുമ്പ് തന്നെ ഏകദേശം ആയി കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ സിനിമകളൊന്നും വിജയിക്കുന്നില്ല. അപ്പൊ വരാൻ പോകുന്ന സിനിമ വിജയിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ചില ഗിമ്മിക്രികളാണ് ഈ കാണിക്കുന്നതെന്ന് പലരും ഏകദേശം ആ രൂപത്തിൽ എഴുതി എല്ലാം വായിക്കുന്നില്ല. അത് സത്യവുമാണ്. ഞാൻ ഇത്തരത്തിൽ ആലോചിക്കുന്നത് നമ്മളുടെ ധോണി, ക്രിക്കറ്റർ ധോണി, ഇപ്പോഴും അയാള് ഈ ഒരാൾ പറഞ്ഞത് ധോണി കളിക്കുന്നുണ്ടെങ്കിൽ ഞാൻ കളി കാണാൻ പോവില്ല എന്ന്. വീട്ടിലിരുന്ന് TV-യിലെ കളി കാണുള്ളൂ. കാരണം അയാൾ ക്യാച്ച് പിടിക്കുന്നതും തിരിച്ച് സ്റ്റമ്പുമ്മലേക്ക് എറിയുന്നതും ഇതൊന്നും കാണാൻ പറ്റില്ല, മനുഷ്യന് കാണാൻ പറ്റില്ല. മിന്നൽ നോക്കിയാൽ മിന്നൽ കാണാൻ പറ്റും, ഇത് കാണാൻ പറ്റില്ല. പക്ഷെ അത് വീട്ടിലാണെങ്കിലോ അതിങ്ങനെ പതുക്കെ വരുന്നൊക്കെ ആ മോഷനിൽ കാണാൻ പറ്റുമല്ലോ. ആ മനുഷ്യൻ പദവിയിലിരിക്കുമ്പോഴാണ് ഞാൻ ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കുന്നു എന്ന് പറഞ്ഞത്. ശ്രീജേഷ് അങ്ങനെയുള്ള കരിയറിന്റെ പീക്കാണ് ഇപ്പോൾ, കരിയറിന്റെ പീക്കിലായിരിക്കുന്നത്. ആ സമയത്ത് ഒന്ന് ആലോചിച്ച് നോക്കണം. എല്ലാവരും വട്ടം കൂടി രാജേഷേ അല്ല ശ്രീജേഷേ അച്ഛ പോകല്ലേ, അച്ഛ പോകല്ലേ, ഇതല്ല കേട്ടോ. ശ്രീജേഷേ ഇനിയും നിങ്ങളെ ഞങ്ങൾക്ക് വേണം. ശ്രീജേഷ് പറഞ്ഞു ഞാൻ തീരുമാനമെടുത്തു, എന്നാ ഒരു കാര്യം ചെയ്യും, എന്നാൽ ജൂനിയർ ടീമിനെ പരിശീലിപ്പിക്കുക. അപ്പോൾ ശ്രീജേഷിനൊന്നും മിണ്ടാൻ പറ്റാണ്ട് വന്നു. എന്നിട്ടും ശ്രീജേഷ് വിരമിക്കുന്നു എന്ന് പറഞ്ഞിട്ട് പോലും ശ്രീജേഷിന്റെ കഴിവുകളുടെ പുറകിൽ അതിനെ വീണ്ടും മൂല്യവൽക്കരിക്കാൻ വേണ്ടി ഗവൺമെന്റ് അതിന്റെ പുറകിൽ കിടന്ന് നടക്കാൻ ആലോചിച്ച് നോക്കണം. അതാണ് നമ്മൾ പറയുന്നത്, സ്വരം നന്നാകുന്ന സമയത്ത് വേണം പാട്ട് നിർത്താൻ. ഇയാൾ ഈ തലയിൽ തൊപ്പിയും കിരീടവും വെച്ച് അപ്പൊ ആയതുകൊണ്ട് തന്നെ ഇനി ഇയാൾക്ക് പറ്റിയത് റിട്ടയർഡ് ആവുക, ഒരൊറ്റ പടം പോലും പൊളിയാൻ സമ്മതിക്കരുതായിരുന്നു. അല്ലെങ്കിൽ ഹൈലി സെലക്റ്റീവ് ആവണം. ഇനി മുത്തച്ഛൻ്റെയും മുതുമുത്തച്ഛൻ്റെയും റോൾ അഭിനയിക്കാൻ വേണമെങ്കിൽ. ഏതായാലും ഇങ്ങനെയുള്ള ഗിമ്മിക്രികൾ, അഥവാ ഇത് കൃത്യമായിട്ടുള്ളൊരു പനിയാണെന്നിരിക്കട്ടെ, കൃത്യമായിട്ടുള്ള ശ്വസന തടസ്സമാണെന്നിരിക്കട്ടെ, ആൾക്കാർ വിശ്വസിക്കില്ല. ഈ വാർത്ത അത് ഏറ്റവും വലിയ രസം. ഇതുമായിട്ട് ബന്ധപ്പെട്ട പല വാർത്തകളും ഞാൻ കണ്ടു. ഈ വാർത്തകളൊക്കെ ഒരു സോഴ്സിൽ നിന്ന് കൊടുത്ത പോലെയാണ് തോന്നിയത്. കാരണം മോഹൻലാലിന് പനി,
മോഹൻലാലിന് കഫക്കെട്ട്, മോഹൻലാലിന് ശരീരവേദന, മോഹൻലാൽ ആശുപത്രിയിൽ, അമൃത ആശുപത്രിയിൽ ഡോക്ടർ ഇന്ന ഗിരീഷാണ് ചികിത്സിക്കുന്നത്. ഇപ്പോഴത്തെ അവസ്ഥ, ആശുപത്രി ബുള്ളറ്റ് പുറത്തു വന്നു, ബുള്ളറ്റിന് പുറത്തു വന്നു. അവസരം എഴുതിയിട്ടുള്ള എന്താ അറിയാമോ? ഇന്ന സിനിമകൾ വരാൻ പോകുന്നു, ആ സിനിമയുടെ സംവിധായകൻ വളരെ പ്രതീക്ഷയോട് കൂടിയിട്ടാണ് ഇരിക്കുന്നത്, മോഹൻലാലിനും വലിയ പ്രതീക്ഷയാണ് ഉള്ളത്. അപ്പൊ കാര്യങ്ങൾ എവിടെ എത്തി നിൽക്കുന്നത്? ചിത്രത്തിന്റെ പ്രൊമോഷന് വേണ്ടിയിട്ടാണ് ഈ കാട്ടായമെന്ന് ഞാനടക്കമുള്ള ആൾക്കാർ ധരിച്ചാൽ അത് തെറ്റിദ്ധാരണയായിട്ട് തീരുന്നു തോന്നുന്നുണ്ടോ? ഇത് പൊടിയൻ മാണിക്കിന്റെ പരിപാടി തന്നെയാണത്, മറ്റുള്ളവർ ചതിക്കല് തന്നെ. ഇപ്പൊ വരാൻ പോകുന്ന സിനിമയുടെ പേരെന്തോ 360 എന്ന് മറ്റോ സിനിമയ്ക്ക് പേരിട്ടില്ല. പണ്ടൊക്കെയും സിനിമയുടെ പേര്, ഇപ്പൊ സിനിമയ്ക്ക് പേരിടില്ല. AB20 സിനിമയുടെ പേര് വരുമ്പോഴാണ് അപ്പോഴാണ് പിന്നെ പേരിടുള്ളൂ. ഇപ്പോഴത്തെ സിനിമയുടെ പേര് 360 എന്നാ, മറ്റേ എന്നോ 360 എന്നാണ്. അതിന്റെ പരസ്യമാണ് ഈ കാണുന്നതെന്നാണ് ഇപ്പോൾ ഭൂരിപക്ഷവും വിശ്വസിക്കുന്നത്. അവരുടെ മനസ്സിൽ അങ്ങനെ ഒരു ബോധം ഉണ്ടാക്കി വെച്ചതുകൊണ്ടാണ്. ആയതുകൊണ്ടാണ് എല്ലാവരും ഇതിനകത്ത് കളിയാക്കിയിട്ട് ഈ സംഭവത്തെ ട്രോളിയിട്ട് ഒരാൾക്കൊരു പനി വരുന്ന സമയത്ത് അത് ഏത് വീരപ്പനാണെങ്കിലും ആൾക്കാരെന്താ പറയുക, ഒന്നും മിണ്ടാതിരിക്കും, അല്ലെങ്കിൽ അതിൻ്റെ അടിയിൽ വീരപ്പൻ്റെ പനി ഭേദാവട്ടെ എന്നാ പറയുള്ളൂ. പക്ഷെ ഇതിനകത്ത് പറഞ്ഞ പല കമൻറ്റുകളും എനിക്കിവിടെ വായിക്കാൻ പറ്റില്ല. അവിടക്കട എന്ന് പറഞ്ഞൊരു ഇത് ഞാൻ വായിച്ചല്ലോ, അത് കുറച്ചുകൂടി ഡബിൾ ഇരട്ടി ശക്തിയിൽ പലരും പറഞ്ഞിട്ടുണ്ട് ഇവിടെ. അത് ഞാൻ വായിക്കുന്നില്ല. ഏതായാലും എന്തൊരു കാര്യമാണെങ്കിലും ആരാണെങ്കിലും എപ്പോഴാണെങ്കിലും ജനങ്ങളുടെ മുമ്പിൽ നിന്നുകൊണ്ട് ജനങ്ങളെ, അതിനൊരു വല്ലാത്തൊരു കാലഘട്ടമുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെയും തൻ്റെ കസേര തൻ്റെ മൂടിനോട് ചേർത്ത് പിടിച്ച്, അങ്ങോട്ട് പോകുമ്പോഴും മൂടിനോട് ചേർത്ത് പിടിച്ച്, ഇങ്ങോട്ട് വരുമ്പോഴും മൂടിനോട് ചേർത്ത് പിടിച്ച് കസേര നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് അത് കാണുന്ന സമയത്ത് ആളുകൾക്ക് അറപ്പാണ് ഉണ്ടാകുക. ആരാധകന്മാർ മുഴുവൻ വിട്ടുപിരിഞ്ഞു പോകുക, അതാണ് ഉണ്ടാകുക. അദ്ദേഹത്തിനുണ്ടായിരുന്ന ആ ഒരു സ്നേഹം അതൊക്കെ നഷ്ടപ്പെട്ട് അത് വെറുപ്പിൻ്റെ രൂപത്തിലായിട്ട് മാറും. അതാ സംഭവിക്കുക. ഇതിപ്പോൾ അതാണ് സംഭവിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് ആളുകൾ അറപ്പോടുകൂടിയും വെറുപ്പോടും കൂടി പ്രതികരിക്കുന്നത്. സത്യമായിട്ടുള്ള പനിയാണെങ്കിൽ വേഗം ഭേദമാവട്ടെ. അതിനിപ്പോൾ ഇവിടെ ആർക്കപ്പോൾ പനി, സീസണിൽ പനി ആർക്കും വരും, എല്ലാവർക്കും വരും. ഒരു പനി ഒക്കെ എല്ലാവർക്കും കിട്ടും, ഓരോന്നും കിട്ടും. അതിന് പണ്ട് ആസ്പ്രോലി അനാസിന കഴിച്ചതിന് കൊടാപ്പിരിൻ എനിക്കുണ്ടായിരുന്നു. ഇപ്പം അതിന് ഡോക്ടറെ അടുത്ത് പോയി ജനറൽ മെഡിസിൻ്റെ അത് കൊടുക്കുക, അത് കാര്യം കഴിഞ്ഞത്. ഇത് ഒരു വമ്പൻ വാർത്തയാക്കിയപ്പോഴാണ് ആളുകൾ സംശയം തോന്നിയത്, ഇത് സിനിമ പ്രൊമോഷനാണ്. ഇന്നിപ്പോൾ അതൊക്കെയാണല്ലോ. ഏത് രൂപത്തിലാണ്? ഒരു ദിവസം ഒരു നടി പറഞ്ഞു, എൻ്റെ ഭർത്താവ് എന്നെ വിട്ടുപോയി എന്ന്. എന്നിട്ട് ഭർത്താവിനെ അന്വേഷിച്ച് നടക്കണം, എവിടെയെന്ന് അന്വേഷിച്ച് നടക്കാനാണ്. ആ സ്ത്രീ മേക്കപ്പ് ഒന്നും ഇല്ലാതെ കരഞ്ഞ അവശയായിട്ട്. അപ്പം അതിൻ്റെ ഇടയിൽ പറഞ്ഞു, എന്താ നിങ്ങൾ ഭർത്താവുമായിട്ട് പ്രശ്നമുണ്ടായിരുന്നോ? വീട്ടുകലഹമാണോ? സാമ്പത്തിക പ്രശ്നമാണോ? അപ്പോൾ നിങ്ങൾ ദുബായിലെ സ്ഥിരതാമസം, ദുബായ് പോലീസിൽ അറിയിച്ചോ? കഴിഞ്ഞ് പിറ്റേ ദിവസമാണ് പറയണത്, ഇതാണ് ഞാൻ അഭിനയിക്കാൻ പോണ പുതിയ സിനിമയുടെ കഥ. അവിടേക്ക് ചെവിടുത്തടിക്കണ്ടേ? അപ്പൊ ഇത് വ്യാപകമാണ് ഇപ്പം. അതുകൊണ്ട് ഇവന്മാരെന്ത് പറഞ്ഞാലും അത് എല്ലാവർക്കും അവിശ്വസിക്കാനേ കഴിയൂ. മെഗാസ്റ്റാറിന് പനിയോ? ദൈവങ്ങൾക്കൊക്കെ പനി വരുമോ? മെഗാസ്റ്റാറിന് പനി വരുമോ? ഇതെൻ്റെ ചോദ്യമാണ് കേട്ടോ. ഉത്തരം വേണ്ടേ? നമസ്കാരം.